കമാൽ ഇബ്നു ഹുമാം റളിയല്ലാഹു അൻഹുവിൻ്റെ ദർഗാ ഷരീഫാണിത്. വലിയ ഹനഫി ഫഖീഹാണ്. നമ്മുടെ മദ്ഹബിലെ ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹുവിനെ പോലെ ഉള്ള വലിയ മഹാൻ. ഇതിൻ്റെ തൊട്ടടുത്താണ് മഹാനരായ ഇബ്നു അതാഇല്ലാഹി സിക്കന്ദരി റളിയല്ലാഹു അൻഹു. അതായത് ഇന്നലെ നമ്മൾ ഇമാം ബൂസി റളിയല്ലാഹു അൻഹുവിനെയും അതുപോലെ യാഖൂത്തുൽ അർശി തങ്ങളെയൊക്കെ പറഞ്ഞില്ലേ, അവരെ സഹപാഠി അല്ലെങ്കിൽ അവരൊന്നിച്ചുണ്ടായിരുന്നു. അതാണ് ബഹുമാനപ്പെട്ട ഇബ്നു അതാഇല്ലാഹി സിക്കന്ദരി റളിയല്ലാഹു തആല അൻഹു. അവരുടെ ദർജ അല്ലാഹു വർദ്ധിപ്പിക്കട്ടെ. അതുപോലെ ഇബ്നു ദഖീഖുൽ ഈദ് റളിയല്ലാഹു അൻഹുവിനെ അറിയാത്തവർ ഉണ്ടാവില്ല. അത്രയും വലിയ മഹാൻ ആ ഇബ്നു ദഖീഖുൽ ഈദ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഖബറാണ് ആ പച്ച ഖുബ്ബയുടെ ഉള്ളിലുള്ളത്. ഇബ്നു ദഖീഖുൽ ഈദ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഖബർ ഇവിടെ നമുക്കത് എഴുതി വെച്ചത് കാണുന്നുണ്ടോയെന്ന് അറിയില്ല. ഇപ്പോൾ നട്ടുച്ച സമയമാണ്. അല്ല, ആദ്യം തന്നെ എഴുതിയത് ഇബ്നു ദഖീഖുൽ ഈദ് ഷെയ്ഖുൽ ഇസ്ലാം ഖാദിൽ ഖുദാത്ത് തഖിയുദ്ദീൻ മുഹമ്മദ് ബിൻ എന്ന് എഴുതിയിട്ട് എഴുതിയത് മഹാനവറുകളെ ഖബറാണത്. അല്ലാഹു തആല അവരൊക്കെ ദർജ അല്ലാഹു വർദ്ധിപ്പിക്കുമാറാട്ടെ ഇൻഷാ അല്ലാഹ്. ഇനിയും ഇവിടെ പലതുമുണ്ട്. സ്വഹാബത്തിൻ്റെ ഖബറുണ്ട് ഇൻഷാ അല്ലാഹ്. സഹോദരങ്ങളെ, ഈ പരിശുദ്ധമായ ദർഗാ ഷരീഫിൻ്റെ പിന്നിൽ വലിയ ഒരു ചരിത്രം. അതായത് നമ്മൾ നേരത്തെ സിയാറത്ത് ചെയ്ത ഇബ്നു അതാഇല്ലാഹി സിക്കന്ദർ റളിയല്ലാഹു അൻഹു, അവിടുന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മനാമിൽ കാണുകയാണ്. നിങ്ങൾ സുൽത്താനുൽ മശ്രിഖ് വൽ മഗ്രിബിനെ സിയാറത്ത് ചെയ്തിട്ടുണ്ടോ? ഷഖീ, അതായത് പരാജിതനും അതായത് ഉമ്മാനെ മപ്പാനൊക്കെ ചീത്ത പറയുന്ന ആൾ, ഇതല്ലാത്ത ആളുകൾ അവിടെ സിയാറത്ത് ചെയ്യും. അങ്ങനത്തെ സിയാറത്ത് ചെയ്യാൻ കഴിയൂല എന്ന് പറഞ്ഞ് അപ്പോൾ ആരാന്ന് ചോദിച്ചപ്പം അത് അബ്ദുല്ലാഹിബിൻ അബീ ജംറ റളിയല്ലാഹു അൻഹു ആണെന്ന് പറഞ്ഞ അബ്ദുല്ലാഹിബിൻ അബീ ജംറ റളിയല്ലാഹു അൻഹുവിൻ്റെ മഖാമാണത്. പിന്നെയാണ് മഹാനവറുകൾ ഇവിടെ വന്ന് ഇബാദത്തിലിരിക്കുകയും മഹാനവറുകൾ അടുക്കൽ തന്നെ ബഹുമാനപ്പെട്ട ഇബ്നു അതാഇല്ലാഹി സിക്കന്ദർ റളിയല്ലാഹു അൻഹു അവരെ ഖബർ ഉണ്ടാവുകയും ചെയ്തു. അതുപോലെ മുഹമ്മദ് ബിൻ സയ്യിദുൻ നാസ് എന്ന് പറയുന്ന മഹാൻ്റെ ഉപ്പ മുഹമ്മദ് എന്നവർ, അവരുടെ ഇബ്നു സയ്യിദുൻ നാസ് എന്നവരുടെ മുഹമ്മദ് ബിൻ സയ്യിദുൻ നാസ് എന്ന മുഹമ്മദ് എന്ന ആ മഹാൻ്റെ ദർഗയാണിത്. അതായത് അബൂദാവൂദ് എന്ന കിതാബിന് വലിയ ശർഹ് എഴുതിയ മഹാൻ. അതുപോലെ വേറെയും ധാരാളം ഗ്രന്ഥങ്ങൾ രചിക്കുകയും മിനഹുൽ മദ്ഹ് എന്ന വലിയ പ്രസിദ്ധമായ നല്ല ഒരു മദ്ഹ് എഴുതിയ മഹാൻ. ധാരാളം കിതാബുകൾ എഴുതിയിട്ടുണ്ട്. അവരുടെ ഒന്നാമത്തെ വയസ്സിൽ സുബ്ഹാനല്ലാഹ് അബൂദാവൂദിൻ്റെ ഖത്മിൻ്റെ മജ്ലിസിൽ ഇവരെ കൊണ്ടുവന്നിരുത്തിയ ഒരു ബർക്കത്ത് കൊണ്ടാണ് പിന്നീട് മഹാനവറുകൾ വലുതായപ്പോൾ ഇതിന് ശർഹ് എഴുതാൻ കാരണമായത് എന്ന് മഹാന്മാർ പറഞ്ഞിട്ടുണ്ട്. ധാരാളം കിതാബുകൾ എഴുതിയ വലിയ ആലിമും ഫഖീഹുമായ ഇബ്നു സയ്യിദുൻ നാസ് റളിയല്ലാഹു അൻഹു മഹാനവറുകൾ ഹാഫിദുൽ ദഹബിയുടെ ശിഷ്യനാണ്. 14-ാമത്തെ വയസ്സിൽ ഹാഫിദുൽ ദഹബിക്ക് ബുഖാരി വായിച്ചു കൊടുക്കുന്ന ആളായിരുന്നു എന്ന് ചരിത്രത്തിൽ കാണാം. അതിനൊക്കെ അപ്പുറം അവസാന കാലത്ത് ബഹുമാനപ്പെട്ട ഇമാം ബൂസി റളിയല്ലാഹു അൻഹു ശിഷ്യനാണ്. അങ്ങനെയാണ് പിന്നെ മഹാനവറുകളുടെ ലോകം മുഴുവൻ മാറി മറിയുന്നത്, ഇഷ്കിൻ്റെ ലോകത്തേക്ക് വരുന്നത്, ഇവിടെ മറമാടപ്പെടുന്നത്. നമ്മൾ ഇവിടെ ഈ കാണുന്ന സ്ഥലത്താണ് മഹദിയായ അവിടെ മെഹ്റാബ് സയ്യിദ നഫീസ റളിയല്ലാഹു അൻഹ, നഫീസ ബീവി റളിയല്ലാഹു അൻഹ ഖൽവത്തിരുന്നിരുന്ന സ്ഥലമാണിത്. മഹദിയവറുകൾ ഇവിടെ ഖൽവത്തിരുന്ന് ഇബാദത്ത് ചെയ്തിരുന്ന സ്ഥലമാണ് നഫീസ ബീവി റളിയല്ലാഹു അൻഹ. അല്ലാഹു അവരെ ബർക്കത്ത് കൊണ്ടൊക്കെ ഞങ്ങൾ നന്നാക്കണേ റഹ്മാനെ, ഖബൂലാക്കണേ റഹ്മാൻ.